കണ്ടില്ലേ, നമ്മുടെ പൂരികളെല്ലാം ഒരേപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. തീരെ എണ്ണയും കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കണ്ടു നോക്കണേ. എന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, പൂരിയൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ. നല്ല പൊള്ളി വന്നിട്ടുണ്ട്. തീരെ എണ്ണയും കുടിച്ചിട്ടില്ല. ഇതിന് ഗോതമ്പ് പൊടി മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. മൈദയോ റവയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഈ കപ്പ് വെച്ചിട്ടാണ് ഞാൻ അളക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏത് കപ്പാണോ ഗ്ലാസ്സാണോ അളക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് അളക്കാം കേട്ടോ. എന്നിട്ട് ഒരു 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ കപ്പിൽ എനിക്കൊരു 12 പൂരിയോളം കിട്ടുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതേ കപ്പിൽ 1 കപ്പ് തണുപ്പ് മാറ്റിയ വെള്ളം എടുക്കുന്നുണ്ട്. 1 കപ്പ് മുഴുവനും ഉപയോഗിക്കുന്നില്ല. വെള്ളം ഒരുപാട് ചൂടാക്കുവാനും പാടില്ല കേട്ടോ. ജസ്റ്റ് തണുപ്പ് പോകാനേ പാടുള്ളൂ. പൂരിമാവ് ഒരുപാട് സോഫ്റ്റായി പോകും വെള്ളം ചൂടായി കഴിഞ്ഞാൽ. അതുപോലെ എണ്ണയും കുടിക്കും. ജസ്റ്റ് തണുപ്പ് മാറ്റാനേ പാടുള്ളൂ. പിന്നെ കുറേശ്ശെയായിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവൂ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം കേട്ടോ. ഒരുപാട് സോഫ്റ്റായി പോകാതെ ലൂസായി പോകാതെ വേണം പൂരിമാവ് കുഴച്ചെടുക്കാൻ. കണ്ടോ, എനിക്ക് 1 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ വെള്ളത്തോളം ബാക്കി വരുന്നുണ്ട്. അപ്പോൾ 3 കപ്പ് മാവിന് ഇത്ര വെള്ളം മതി എനിക്ക്. ഇത് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 പ്രാവശ്യം നന്നായി ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചെടുക്കുമ്പോൾ പൂരി സോഫ്റ്റായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. അതായത് ഞാൻ കറി ഉണ്ടാക്കി വരുന്നത് വരെയും ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം നന്നായി കുഴഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ ഒരുപാട് ഓവർ സോഫ്റ്റായിട്ട് പൂരിമാവ് കുഴയ്ക്കരുത് കേട്ടോ. ഒരുപാട് ലൂസും ആവരുത്. അതാണ് അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. ഞാൻ നന്നായി അടിച്ചെടുക്കുവാണേ. കണ്ടോ, ഈ അടിച്ചെടുക്കുന്നത് എനിക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പൂരി വരുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടിച്ചെടുക്കുന്നത്. അപ്പം അധികം നേരമൊന്നും അടിക്കുന്നില്ല. ഒരു 3-4 പ്രാവശ്യം അടിച്ചെടുക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കുഴച്ചു. ഒരു ഇത്തിരി ഓയിൽ ഇവിടെ പുരട്ടിയിട്ട് അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാവ്. അപ്പോൾ അത് പുരട്ടിയിട്ട് ഞാനിനി ഒരു 15 മിനിറ്റോളം അടച്ചു വെക്കും. അതായത് എൻ്റെ കറി ഉണ്ടാക്കുന്ന സമയം വരെ ഞാനത് അടച്ചു വെക്കുന്നുണ്ട്. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നേരം വെച്ചാലും പൂരിമാവ് സോഫ്റ്റായി പോകും. പിന്നെ എണ്ണ കുടിക്കും. എത്രയായാലും പൂരിമാവ് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് കുടിക്കും. അപ്പോൾ എന്താ, ഇത്രയും മതി കണ്ടോ. ഈ ഒരുപാട് സോഫ്റ്റും അല്ല, എന്നാൽ ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ അടച്ചവിടെ മാറ്റി വെക്കുവാണേ. കണ്ടോ, പിന്നെ പൂരിമാവ് കഴിയുന്നതും ഈ മാവ് ഉപയോഗിച്ചിട്ട് പരത്തി ചൂടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എപ്പോഴും പൂരി പ്രസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ചൂടാവുന്നവരെ കാത്തിരിക്കണം. എണ്ണ നന്നായി തിളയ്ക്കണം. അതിനുശേഷം പൂരി പ്രസ്സിൽ തന്നെ പരത്തിയിട്ട് നന്നായി കനം കുറച്ച് പരത്തിയിട്ടാണ് ഞാൻ അതിലിടുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലിടുമ്പോൾ വെളിച്ചെണ്ണ വളരെ തിളച്ച വെളിച്ചെണ്ണ ആയിരിക്കണം. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 കാര്യങ്ങളാണ് പൂരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, വെള്ളം അധികം ചൂടാവാൻ പാടില്ല. പിന്നെ പക്ഷേ എണ്ണ നന്നായിട്ട് ചൂടാവണം. കണ്ടോ, പൂരി ഇട്ട ഉടനെ തന്നെ പൊങ്ങി വന്ന് കണ്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തീരെ എണ്ണയും കുടിച്ചിട്ടില്ല. കണ്ടോ, നല്ല സോഫ്റ്റ് പൂരിയാണ്. ഇനി ഇതുവരെ ഇങ്ങനെയൊന്നും പൂരി ട്രൈ ചെയ്തിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പൂരിയും കറിയൊക്കെ കണ്ടില്ലേ, പൂരി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.